ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മൾ ഇന്ന് USS ബേസിക് സയൻസിന്റെ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. റിവിഷൻ ആയിരിക്കും അല്ലേ? ഇപ്പം ഫെബ്രുവരി ആയല്ലോ, ഫെബ്രുവരി ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത് USSന്റെ. അപ്പൊ എല്ലാവരും ആ ഒരു ഹറിബറിയിലായിരിക്കും. ക്ലാസ്സസ് കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടാകും, അതിന്റെ കൂടെ നിങ്ങൾ റെഫറൻസ് നടക്കുന്നുണ്ടാകും, റിവിഷൻ നടക്കുന്നുണ്ടാകും, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമായിരിക്കും അല്ലേ? അതിന്റെ കൂടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്താലേ നിങ്ങളുടെ ആ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുള്ളൂ നിങ്ങളുടെ പ്രിപ്പറേഷന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ വരാൻ വളരെ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ഒരു നോട്ടും പെന്നും എടുത്ത് റെഡി ആയിരുന്നോളാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സോയിൽ ടെസ്റ്റ് ആണ് കേട്ടോ, മണ്ണ് പരിശോധനയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ ടേബിൾ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ എന്തായിരിക്കും ഇതിന് ഉത്തരം, അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 2 or 3 ടൈംസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോയിൽ ടെസ്റ്റ് റിസൾട്ട്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഒരു മണ്ണ് പരിശോധിച്ചതിന്റെ എന്താ ടേബിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. അനലൈസ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് തെറ്റ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്പ് സോയിൽസ് ആണ് തന്നിട്ടുള്ളത്. ലാറ്ററൈറ്റ് സോയിൽ, സാൻഡി സോയിൽ, ക്ലേ സോയിൽ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സോയിൽസ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ബയോമുകൾ തന്നിട്ടുണ്ട്. എന്താണ്, ലാറ്ററൈറ്റ് സോയിലിനാണെങ്കിൽ ബയോംസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ എയർ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എയർ കണ്ടന്റ് ആണുള്ളത്. അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നതും ആവറേജ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാൻഡി സോയിൽ നിങ്ങൾക്ക് അറിയാലോ, എന്താണ്, പൂഴി അല്ലേ? നമ്മുടെ ബീച്ചിന്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്ന പൂഴിയാണ് എന്ത് പറയുന്നത്, സാൻഡി സോയിൽ എന്ന് പറയുന്നത്. അപ്പം സാൻഡി സോയിലിൽ എന്താണ്, ലെസ് ആണ് എന്ത്, ബയോംസ്. അതിനകത്തുള്ള ബയോമുകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ എയർ കണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര എയർ കണ്ടന്റ് ആണ്, മോറാണ്, എയർ കണ്ടന്റ് ആണെന്നാണ് പറയുന്നത്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും നിങ്ങൾക്കറിയാം വളരെ ലെസ് ആണ് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് തിര അടിച്ചു വരുന്ന സമയത്ത്, കടലിലൊക്കെയാണ് തിര അടിച്ച് വരുന്ന സമയത്ത് ആ മണ്ണ് വേഗം എന്താവുന്നുണ്ട്, മണ്ണിനകത്തുള്ള വെള്ളം വേഗം ഊർന്നു പോകുന്നുണ്ട്. അല്ലാതെ ആ മണ്ണ് ഇങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അതാണ് ഇവിടെ പറയുന്നത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവാണെന്നുള്ളത്. നമുക്ക് നോക്കാം. ക്ലേ അറിയാലോ എല്ലാവർക്കും, കളിമണ്ണ് അല്ലെ? കളിമണ്ണിന്റെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബയോംസ് എന്ന് പറയുന്നത് ആവറേജ് ആണ് കേട്ടോ. ആവറേജ് എമൗണ്ട് ഓഫ് ബയോംസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടുത്തെ എയർ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ലെസ് എമൗണ്ട് ഓഫ് എയർ കണ്ടന്റ് ആണ് അതിനകത്ത് ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മോർ ആണെന്നും പറയുന്നുണ്ട്, വളരെ കൂടുതലാണ് കേട്ടോ. കാരണം എന്താണ്, ക്ലേന്റെ പോറോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ക്ലേ സോയിൽ ഇസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ക്ലേ സോയിൽ ആണ് അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ എന്നാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്, എയർ കണ്ടന്റ് ഓഫ് സാൻഡി സോയിൽ ഇസ് മോർ. എയർ കണ്ടന്റ്, സാൻഡി സോയിലിനകത്തുള്ള എയർ കണ്ടന്റ് എന്ന് പറയുന്നത് മോർ ആണെന്ന് പറയുന്നുണ്ട്. ദ സോയിൽ വിത്ത് ലെസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഹാസ് ലെസ് എമൗണ്ട് ഓഫ് ബയോംസ്. അതായത് ഇപ്പം കുറഞ്ഞ അളവ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മണ്ണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അതായത് അവരിലുള്ള ബയോംസ് എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് ലാറ്ററൽ സോയിൽ ഇസ് മോർ ഫെർട്ടൈൽ. ലാറ്ററൽ സോയിൽ വളരെയധികം ഫെർട്ടൈൽ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും മക്കളെ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ഏതായിരിക്കും ഇൻകറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും സോയിലിന്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഓഫ് സോയിൽസ് ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കണം അല്ലെ? ലാറ്ററൈറ്റ് സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ സാൻഡി സോയിൽ, സാൻഡി സോയിലിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലേന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത്
നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് മേ ബി ദ റീസൺ ഫോർ എ പേഴ്സൺ ഫീൽസ് ഹോട്ട് വൈൽ സ്റ്റാൻഡിങ് അണ്ടർ എ ഹോട്ട് അലൂമിനിയം ഷീറ്റ്. അതായത് ഒരു ഹോട്ട് അലൂമിനിയം ഷീറ്റ് മുകളിലിട്ടിട്ടുണ്ട്. ഈ ഹോട്ട് അലൂമിനിയം ഷീറ്റിന്റെ അടിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ, താഴെ നിൽക്കുന്ന ഒരു പേഴ്സൺ, ആ പേഴ്സണിന് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. ഈ അലൂമിനിയം ഷീറ്റിന്റെ ഫോയിലിന്റെ താഴെ നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യും. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കും എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നാണ് നമ്മളെ ചോദ്യം. എന്തായിരിക്കും മക്കളെ ഇതിന്റെ കാരണം? ഈ ഒരു അതായത് ഒരു പേഴ്സൺ എന്തിന്റെ അടിയിൽ നിൽക്കുകയാണ്? അലൂമിനിയം ഫോയിലിന്റെ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ നിൽക്കുമ്പം ഈ മനുഷ്യന് വല്ലാതെ ചൂടെടുക്കുന്നു. ആ ഒരു ചൂടിന് കാരണം അല്ലെങ്കിൽ ആ ഒരു ഹോട്ട്നെസ്സിന് കാരണം എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ കണ്ടക്ഷൻ, ബി കൺവെക്ഷൻ, സി റേഡിയേഷൻ ആൻഡ് ഡി കാപ്പിലറി ഫോഴ്സ്. ഇങ്ങനെ നാല് ഇതാണ് തന്നിട്ടുള്ളത്. എന്തായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ? വളരെ എളുപ്പമാണ് അല്ലേ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. യെസ്, ഓപ്ഷൻ എ എന്താണ്? കണ്ടക്ഷൻ ആണ് അല്ലെ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ്? ഓപ്ഷൻ എ കണ്ടക്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരിക. അതുകൊണ്ടാണ് ആ ഒരു കണ്ടക്ഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു ചൂട് ആ ഒരു ഹ്യൂമനെ ഫീൽ ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, റേഡിയേഷൻ എന്താണ്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിൽ ഡെഫിനേഷൻ എന്നുള്ള രീതിയിലും എക്സാമ്പിൾസ് വെച്ചും പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ആപ്ലിക്കേഷൻ തന്നിട്ട് നമ്മൾ ഏത് ഫിനോമിനയാണ് അവിടെ വരിക എന്നുള്ളത് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്സാമ്പിൾസ് വെച്ചിട്ട് ഓർത്ത് വെക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് is a first aid measure to safely dislodge objects stuck in the trachea. അതായത് നമ്മൾ ട്രക്കിയ എവിടെയാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്? ട്രക്കിയ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കാൻ പറ്റുക? ഇപ്പം ചെറിയ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെയോ എന്താണ്, ഏതൊരു മനുഷ്യനും ആയിക്കോട്ടെ, എന്താണ്, എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ച് കളിക്കുന്ന സമയത്ത്, വായിലൊക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത് എന്താണ്, അത് അകത്തേക്ക് പോയി. ഇപ്പൊ വിസിലൊക്കെ ആണെങ്കിൽ ശരിക്കും അറിയാം അല്ലെ? മറ്റേ ചെറിയ BP ഒക്കെ ഉണ്ടാവൂല്ലേ? വിസിലൊക്കെ ആണെങ്കിൽ എന്താണ്, അതങ്ങ് ഉള്ളിൽ ഈ പൈപ്പ് വഴി പോയിട്ട് അങ്ങ് ട്രക്കിയയിലെത്തി കുടുങ്ങി നിൽക്കും. അങ്ങനെ ട്രക്കിയയിലെത്തി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്, നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് അവിടെ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും മക്കളെ? ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ അപ്ലൈ സ്പ്ലിന്റ് അപ്ലൈ ചെയ്താൽ മതിയോ? ഗിവ് വാട്ടർ ടു ഡ്രിങ്ക്, വെള്ളം കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഹെംലിച്ച് പ്രോസസ് ചെയ്താൽ മതിയോ? ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അല്ലെ? നമുക്കൊരു ഫസ്റ്റ് എയ്ഡ്, നമ്മൾ കോമൺ സെൻസ് വെച്ച് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. CPR എന്നൊക്കെ പറയും. അതുപോലെ ഓപ്ഷൻ ബി സ്പ്ലിന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പ്ലിന്റ് എന്ന് പറയുന്നത് നമ്മളെ എന്താണ്, കയ്യും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ലോക്കോമോട്ടറി ഓർഗൻസിന് യൂസ് ചെയ്യുന്നതാണ് അല്ലെ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്തറിയാം? സ്പ്ലിന്റ് ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ അതല്ല, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒബ്ജക്റ്റ് കുടുങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ ശ്വാസ തടസ്സം അങ്ങനെയൊന്നും ഇല്ല. സോ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും ആയിരിക്കില്ല. ഇതിൽ എന്താണ്? വെള്ളം കൊടുക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത് അത് ഉള്ളിലേക്ക് ഇറക്കാനല്ല നോക്കേണ്ടത്, അത് മാക്സിമം പുറത്തേക്ക് എടുക്കാനാണ് നോക്കേണ്ടത്. അപ്പം എന്താണ്? ഗിവ് വാട്ടർ ടു ഡ്രിങ്ക്, അതും ചെയ്യാൻ പാടില്ല, വെള്ളം കൊടുക്കരുത് ആ സമയത്ത്. നമ്മൾ മറിച്ച് എന്തായിരിക്കും അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഡി അല്ലേ? ഹെംലിച്ച് പ്രോസസ് ആണ് അല്ലെ? ഹെംലിച്ച് പ്രോസസ് എന്താന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുള്ള സാധനമാണ്. അതൊന്ന് വായിക്കുക.
നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഹെംലിച്ച് പ്രോസസ്സ്. അതെന്താന്നുള്ളത് റെഫർ ചെയ്ത് എഴുതുക കേട്ടോ. എന്താണ് ഹെംലിച്ച് പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബേസിക് സയൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.